മേക്കപ്പ് ചെയ്യാൻ വന്നയാണോ അതോ ചെയ്യിക്കാനാണോ? എന്താന്ന് വെച്ചാ ചെയ്തോളൂ. എന്റെ ഒരു ഉപദേശമാ, മിണ്ടാതെ ഇവിടെ നിന്ന് പോയിക്കോ, ഇല്ലെങ്കിൽ എന്നെ പോലെ അതെ പ്രിയ, എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? ഇങ്ങോട്ട് വരൂ. വന്ന സ്ഥിതിക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. ഒരു കാര്യം ചെയ്യൂ. നിങ്ങളെല്ലാവരും കുറെ നേരമായിട്ട് ജോലി ചെയ്തോണ്ടിരിക്കുകയല്ലേ, തളർന്നിട്ടുണ്ടാവും. ചെറിയൊരു ബ്രേക്ക് എടുത്തോളൂ. അവിടെ ഭക്ഷണമുണ്ട്, നിങ്ങൾ പോയിട്ട് ഭക്ഷണം കഴിക്കൂ. ഇപ്പൊ പ്രിയ വന്നല്ലോ, അവളെല്ലാം നോക്കിക്കോളൂ. വരൂ പ്രിയ. സി, ഞാൻ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ജ്വല്ലറി അണിയാൻ ബാക്കിയുണ്ട്. പിന്നെ ഈ ഷോൾ, ഇത് പ്രോപ്പർ ആയിട്ടില്ല. ഇതിനൊന്ന് പ്രോപ്പർ ആക്കും. അത് ഞാൻ തയ്യാറായി താഴെ പോകുമ്പോൾ മീഡിയ, ഇത്രയധികം ആളുകൾ എല്ലാവരും നമ്മളെ നോക്കും. സ്റ്റാർ കപ്പിൾ, സ്റ്റാർ വൈഫ്. അബിക്കൊരു ലോക്കൽ പെണ്ണിനേക്കാളും എന്നെ പോലുള്ള ഒരാളെ ചേരുക. ഹെവി ജ്വല്ലറിയാണ്. ഇതെന്നെ അണിയിക്കൂ. നന്നായിട്ട് അണിയിക്കണം. എനിക്ക് കുറച്ചുകൂടെ ഭംഗി കൂട്ടി സുന്ദരിയായിട്ടിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഭംഗിയിൽ അബി എന്നെ കണ്ട് മയങ്ങി പോണം. കാണാൻ എത്ര ഭംഗിയുണ്ടോ അത്രയധികം കല്യാണത്തിനുള്ള ഗിഫ്റ്റും കിട്ടും. പിന്നെ നിനക്കെന്താ തോന്നുന്നേ? അബി നിനക്ക് എന്ത് ഗിഫ്റ്റ് തരും? അണിയിക്ക്. ശ്രദ്ധിച്ച്, കഴുത്ത് ഞെരിക്കരുത്. ശ്രദ്ധിച്ച്. ഇനി എന്തെങ്കിലും ജോലി ഉണ്ടോ? ഈ പാദസരം അണിയണം. ഈ പാദസരം മമ്മി എനിക്ക് തന്നതാ. മമ്മി പറഞ്ഞു ഞാനിത് കല്യാണത്തിന് ശേഷം അണിഞ്ഞു നടക്കുമ്പോ അബിക്ക് മനസ്സിലാവും തന്നു വന്നൂന്ന്. പിന്നെ ഭർത്താവിന് ഭാര്യയുടെ സാമീപ്യം എന്തായാലും അറിയണമല്ലോ, അല്ലേ? ഈ പാദസരം എന്നെ അണിയിക്കൂ. എന്റെ കൈ അണിഞ്ഞ് അങ്ങ് എത്തുന്നില്ല. നിന്റെ കസിനോട് പറ, എനിക്ക് താഴെ പോണം. ഏയ്, നിനക്ക് വിഷമായോ പ്രിയ? ഇങ്ങനെ എന്തിനാ അപ്സെറ്റ് ആവുന്നേ പ്രിയ? ഇപ്പൊ നീ ആദ്യ ഭാര്യ മാത്രമായി മാറിയിട്ടില്ല. പൂർണ്ണമായും ആദ്യ ഭാര്യയായി മാറുമ്പോ ഈ പിണക്കം കാണിച്ചാ മതി. ഇപ്പൊ വേണ്ട. അതുമല്ല, നിനക്കറിയാലോ അബി സ്വയം പറഞ്ഞതാ എന്നെ കല്യാണം കഴിക്കുമെന്ന്. ഞാൻ ഫോഴ്സ് ചെയ്തിട്ടില്ല. എന്നിട്ട് അവൻ സ്വയം നിന്നെ അവന്റെ മനസ്സിൽ നിന്ന് പുറത്താക്കി. വിഷമായല്ലേ? പിന്നെ നീ ഇവിടെ ജോലി ചെയ്യാൻ വന്നതല്ലെങ്കിൽ പിന്നെ എന്തിനാ വന്നത്? ഒരു അവസാന ശ്രമത്തിന് അബിയുടെ മനസ്സ് ചിലപ്പോ മാറിയാലോ എന്നോർത്ത്. പിന്നെ ആ തനുവിനെ ഉപേക്ഷിച്ച് എന്നെ കല്യാണം കഴിക്കുമെന്ന് അതല്ലേ നീ ചിന്തിക്കുന്നേ? പ്രിയ, കുറച്ച് കഴിയുമ്പോ എന്റെ അബിയുടെയും കല്യാണമാണ്. നീ ഞങ്ങളുടെ കല്യാണം കാണണം. എന്നിട്ട് എരിഞ്ഞ് വെന്ത് വെണ്ണീറാവണം. ഓ ഓ ഓ, ഇവിടെ എന്താ നടക്കുന്നേ? നോക്കൂ ആലിയ, നീ ഇവളെ എനിക്ക് ഹെൽപ്പ് ചെയ്യാനായി ഇങ്ങോട്ട് അയച്ചു. പിന്നെ ഇവളെന്തിനാ അപ്സെറ്റ് ആവുന്നതെന്ന് എനിക്കറിയില്ല. ദാറ്റ്സ് ബാഡ്. എന്തായാലും വിഷമിക്കല്ലേ തനു, എന്റെ തെറ്റാണ്. ഐ എം സോ സോറി. ഞാൻ നിന്നെ ഇവിടെ അയച്ചല്ലോ പ്രിയ. എന്തായാലും വിഷമം വരും തനു ഇങ്ങനെ ഏട്ടന് വേണ്ടി ഒരുങ്ങുന്നത് കാണുമ്പോൾ.
നോ മൈൻഡ്. നീ ഒരു കാര്യം ചെയ്, നീ ഏട്ടന്റെ അടുത്തേക്ക് പോകും. ഞാൻ ഏട്ടന്റെ വെഡ്ഡിംഗ് ഡ്രസ്സ് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നീ ഏട്ടനെ റെഡിയാക്ക. ആഫ്റ്റർ ഓൾ അദ്ദേഹം നീ ഇല്ലാതെ ഒരു ജോലിയും ചെയ്യില്ലല്ലോ. അവസാനത്തെ ദിവസമല്ലേ, ജോലി ചെയ്യ്. അതിനുശേഷം ഏട്ടന്റെ എല്ലാ ജോലിയും താനുമല്ലേ ചെയ്യുന്നേ, അല്ലേ? എന്തിനാ നിക്കുന്നേ? വേഗം പൊക്കോ. കല്യാണ മുഹൂർത്തത്തിന് ഇനി അധികം സമയമില്ല. Come on. അല്ലെങ്കിൽ എനിക്കൊന്നും ഓർമ്മയില്ല. ഇന്നത്തെ ദിവസം എൻ്റെ മൂഡ് ശരിയല്ല. എനിക്ക് ഓർമ്മയില്ലല്ലോ എൻ്റെ വെഡിങ് ഡ്രസ്സ് ഞാൻ എവിടെയാ കൊണ്ടുവച്ചതെന്ന്. ഇനി എവിടെയാ ഒന്ന് നോക്കുക. പ്രിയ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവൾക്ക് അറിയാവുന്നത്. പ്രിയ വന്നു അല്ലേ? ഇല്ല, വീണ്ടും പ്രണവായിരിക്കും. വീണ്ടും അവൻ്റെ വായിലുള്ളത് കേൾക്കണ്ട. ആരാണെന്ന് നോക്കിയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതാണ് നല്ലത്. ശരി, നീ അത് ആലിയ. നീ പറഞ്ഞു. അത് ആലിയ പറഞ്ഞു നിങ്ങൾക്ക് തയ്യാറാകാൻ സഹായം വേണമെന്ന്. അത് പിന്നെ എൻ്റെ അല്ല, ഇവളോട് ഞാൻ എങ്ങനെയാ പറയുക? എൻ്റെ കല്യാണ ഡ്രസ്സ് നോക്കിത്തരാൻ, അതും ഞാൻ സ്നേഹിച്ചിരുന്ന വ്യക്തിയോട് തന്നെ. ഓൾറെഡി ഞാൻ ഇവിടെ ഒരുപാട് ഹേർട്ട് ചെയ്തു. ഇനിയും വേണോ? ഒന്നും പറയേണ്ട ആവശ്യമില്ല. എനിക്കറിയാം ഡ്രസ്സ് എവിടെ വെച്ച് മറന്നു എന്ന്. എനിക്കറിയാം നിങ്ങളുടെ ഡ്രസ്സ് എവിടെയാണെന്ന് എടുത്തിട്ട് വരാം. ഏയ്, നീ ഇപ്പം നന്നായിട്ടുണ്ട്. ആദ്യം സെർവന്റിനെ പോലെയായിരുന്നു, ഇപ്പോൾ ഭാര്യയെ പോലെയുണ്ട്. സോറി. ഞാൻ പോവാ. എനിക്ക് കുറച്ച് നിന്നോട് സംസാരിക്കാനുണ്ടായിരുന്നു. അത് പിന്നെ
എന്തായാലും നീ വന്നത് നന്നായി. നിന്നോട് എനിക്ക് ഇമ്പോർട്ടൻ്റ് കാര്യം പറയണ്ടായിരുന്നു. അതായത് എൻ്റെ കല്യാണം നടക്കാൻ പോവുകയാണ്. സോ ഞാൻ ചിന്തിക്കുകയായിരുന്നു. എന്ത്? എന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരും ഏത് പൊസിഷനിലായിരുന്നു എന്നറിയാലോ. എന്ന് വെച്ചാൽ നമ്മൾ പരസ്പരം സ്നേഹിച്ചിരുന്നു. ആ കാര്യം നമ്മൾ സമ്മതിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് കല്യാണത്തിന് ശേഷം നമ്മൾ ഒരുമിച്ചുണ്ടാകാൻ പാടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ പരസ്പരം കാണാനും പാടില്ല, ഒരുമിച്ച് ജോലി ചെയ്യാനും പോലും പാടില്ല. അച്ഛമ്മ എപ്പോഴും പറയാറുണ്ട്, ബന്ധം ഏതായാലും വിശ്വാസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. പ്രത്യേകിച്ച് ആ ബന്ധം കല്യാണത്തിലേക്കുള്ളതാവുമ്പോൾ. നമ്മൾ രണ്ടുപേരും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം അത്. കാരണം നമ്മളെ കല്യാണം കഴിക്കുന്ന ആ വ്യക്തി അവരുടെ എല്ലാം ഉപേക്ഷിച്ചാണ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. നമ്മളെ വിശ്വസിച്ച അവർ വരുന്നത്. അങ്ങനെ നമ്മളെ അത്രമാത്രം വിശ്വസിച്ചു വരുന്ന വ്യക്തിയെ നമ്മളും റെസ്പെക്റ്റ് ചെയ്യണ്ടേ? ഇനി അങ്ങോട്ട് നമുക്കിടയിൽ അറിയാതെ എന്തെങ്കിലും ബന്ധം ഉണ്ടായിപ്പോയാൽ അത് പിന്നെ അത് കല്യാണത്തിന് ശേഷം വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. അതുകൊണ്ട് ബെറ്റർ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കല്യാണത്തിന് ശേഷം പരസ്പരം കാണാൻ പാടില്ല. ഒരു കാര്യം കൂടി, ഇതൊക്കെ ചെയ്യാൻ എനിക്കും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. രാവിലെ എണീറ്റ് നിന്നെ കാണാതെ എൻ്റെ ഒരു ദിവസം ആരംഭിക്കില്ലായിരുന്നു, നിനക്കറിയോ? ഇനി നീ ഇല്ലാത്തതിനെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. രാവിലെ എനിക്ക് എണീക്കാൻ പോലും തോന്നില്ല. ജീവിതത്തിന് ഒരു അർത്ഥമില്ലാത്തതുപോലെ. സത്യം പറയാലോ, എൻ്റെ സമയം പോലും പോവില്ല. എനിക്കറിയില്ല ഇനി ഞാൻ ആരോടാ എൻ്റെ കഥകളൊക്കെ പറയാന്ന്, ഞാൻ ആരോടാ വഴക്കിടുക എന്ന്. ഞാനൊരു തെറ്റ് ചെയ്താൽ ആരാ എന്നെ ഒന്ന് നേരെയാക്കുക? നിനക്കറിയോ, ഈ റൂമിൽ ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലായിപ്പോവും. ഒരു ജയിലിൻ്റെ ഫീലാവും ഈ റൂം എനിക്ക്. എനിക്ക് വേണ്ടി ആരാ കോഫി കൊണ്ടുവരിക? അതിലും ഏറ്റവും വലിയ കാര്യം, എൻ്റെ മ്യൂസിക്കിനുള്ള ഇൻസ്പിറേഷൻ ഇനി ആരാ തരിക? മ്യൂസിക് അത് ഞാൻ മുമ്പും കമ്പോസ് ചെയ്യുമായിരുന്നു. പക്ഷേ ഹൃദയം കൊണ്ട് എന്നെ കമ്പോസ് ചെയ്യാൻ പഠിപ്പിച്ചത് അത് നീയാ. ഹൃദയം കൊണ്ട് പാട്ടുകൾ പാടാൻ പഠിപ്പിച്ചത് അത് നീയായിരുന്നു. പക്ഷെ നീ പോയാൽ എനിക്ക് തോന്നുക, എൻ്റെ ഹൃദയത്തെ ആരോ എൻ്റെ നിന്ന് പറിച്ചെടുത്തോണ്ട് പോയിന്ന്. എൻ്റെ ഹൃദയത്തെ മാത്രമല്ല, എൻ്റെ മ്യൂസിക്കിൻ്റെ ആത്മാവിനെ കൂടെയാ നീ കൊണ്ടുപോകുന്നത്. നിന്നെ കണ്ടപ്പം തൊട്ട പ്രണയം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. നീ എന്നെ പ്രണയിക്കാൻ പഠിപ്പിച്ചപ്പോൾ പ്രണയമില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് പഠിപ്പിക്കാൻ നീ മറന്നുപോയി. നീയല്ലേ എപ്പോഴും പറയാറുള്ളത്, ലൈഫ് ഏറ്റവും വലിയൊരു ടീച്ചറാണെന്ന്. അതാണ് നമ്മളെ ഒന്നിപ്പിച്ചതെങ്കിൽ അത് തന്നെ നീയില്ലാതെ ജീവിക്കാൻ എന്നെ പഠിപ്പിക്കുമല്ലേ? പക്ഷേ ഒരു പാഠം ഞാൻ പഠിച്ചു കഴിഞ്ഞു പ്രിയ. നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നവർ തന്നെയാണ് നമുക്ക് ഏറ്റവും അധികം വിഷമവും തരുന്നതെന്ന്.
കല്യാണത്തിന് ശേഷം ഞാൻ നിന്നെ കണ്ട ഒരിക്കലും പഴയൊരു സ്നേഹം എനിക്ക് നിന്നോട് കാണിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കാര്യം എന്നെ വിശ്വസിച്ചു വരുന്ന ഒരു വ്യക്തിയെ എനിക്ക് ചതിക്കാൻ കഴിയില്ല പ്രിയ. പ്രിയ, വെൽ ഡൺ ആലിയ. നീ ഇവിടെ പ്രിയെ അയച്ചത് വളരെ നന്നായി. യു നോ, അവളെ ഇൻസൾട്ട് ചെയ്യുന്നത് വളരെ രസമുള്ള കാര്യമായിരുന്നു. അവളെ കളിയാക്കുന്നതും. ഇതെന്റെ കല്യാണത്തിനുള്ള നിന്റെ ഗിഫ്റ്റ് ആണെന്ന് ഞാൻ കരുതും. അതെങ്ങനെ ഇത്ര എളുപ്പത്തിൽ നിനക്ക് കല്യാണത്തിനുള്ള ഗിഫ്റ്റ് കിട്ടും? നിനക്ക് വേണ്ടി ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ പിടിക്ക്. ഇതെന്താ? വാച്ച്. ഈ വാച്ചിൽ നിന്ന് നിന്റെ നല്ല സമയം തുടങ്ങുന്നു. വാവ്, താങ്ക് യു സോ മച്ച്. ബട്ട് യു നോ വാട്ട്, ഈ വാച്ച് കണ്ടപ്പോ എനിക്ക് പ്രിയെ ഓർമ്മ വന്നു. പ്രിയയുടെ നല്ല സമയം അവസാനിച്ചു. ആലിയ, പ്ലീസ് എന്തെങ്കിലും ചെയ്യൂ. ഐ മീൻ, കുറച്ചു നേരമായിട്ട് പ്രിയ അബിയുടെ കൂടെയുണ്ട്. അവളെ ആ റൂമിൽ നിന്ന് പുറത്തിറക്കും. ഇല്ലെങ്കിൽ അബിയെ തയ്യാറാക്കി മറ്റെന്തെങ്കിലും ചെയ്യും. തനു, നീ എന്താ ചിന്തിക്കുന്നേ? പിരിയാൻ പോകുന്ന പ്രണയിതാക്കൾ അവസാനമായിട്ട് കാണുവാ. കാണട്ടെ. ഹാ, എനിക്ക് തോന്നുന്നു പ്രിയ പോകുന്ന പോക്കിന് നിനക്ക് അനുഗ്രഹം തരുമെന്ന്. ആലിയ പ്ലീസ്, ലാസ്റ്റ് ടൈമിൽ നീ പ്രിയ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തപ്പോ എന്താ സംഭവിച്ചെന്ന് കണ്ടില്ലായിരുന്നോ? രണ്ടുപേര് തമ്മില് പ്രണയം തുറന്നു പറഞ്ഞു. ഇത്തവണ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലോ? പ്രിയയ്ക്ക് അബിയുടെ മനസ്സ് മാറ്റാൻ കഴിയുമല്ലോ. സ്വീറ്റ് ആർട്ട്, അത് നിന്റെ അമ്മയല്ലല്ലോ ആളുകളുടെ മനസ്സിൽ നിന്ന് മാറ്റാൻ. ഐ മീൻ ലൈക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീ ടെൻഷൻ അടിക്കല്ലേ. സൊണാലി പ്ലീസ് 2 മിനിറ്റ് ഒന്ന് പുറത്ത് പോവോ? എനിക്ക് ആലിയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നിങ്ങളും. താങ്ക് യു. ആലിയ, നീ പ്രിയെ ലാസ്റ്റ് ടൈമിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തപ്പോ നീ കണ്ടില്ലേ അവൾ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടാക്കിയെന്ന്? ഇന്ന് എന്റെ കല്യാണമാ. എനിക്ക് ഇന്ന് ഒരു രീതിയിലുള്ള ട്രബിളും ഉണ്ടാവാൻ പാടില്ല. നിനക്കറിയാലോ പ്രിയ അബിയുടെ ഒപ്പം ഉള്ളത് നമുക്ക് എത്ര റിസ്കി ആണെന്ന്. നീ എന്തിനാ കാര്യങ്ങളെ എക്സാജറേറ്റ് ചെയ്യുന്ന സ്വീറ്റ് ആർട്ട്? കൊള്ളാലോ നീ. അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിന്റെ കല്യാണമാണ്. വൈ ഡോണ്ട് യു ജസ്റ്റ് റിലാക്സ്? ഏട്ടൻ തന്നെ നിന്നോട് പ്രോമിസ് ചെയ്താണ് നിന്നെ കല്യാണം കഴിക്കുമെന്ന്. പിന്നെ ആ പ്രിയ വിചാരിച്ചാലും ഏട്ടന്റെ തീരുമാനത്തെ മാറ്റാൻ പറ്റില്ല. നത്തിങ് ഈസ് ഗോയിങ് ടു ചേഞ്ച്. ഈ കല്യാണം ആർക്കും തടയാൻ പറ്റില്ല. ജസ്റ്റ് റിലാക്സ്. അങ്ങനെ നടക്കില്ല. പ്രിയ വന്ന ഏട്ടനോട് പറയും, അഭി, ഞാൻ നിങ്ങളുടെ കുഞ്ഞിന്റെ അമ്മയാവാൻ പോകുന്നു. ആലിയ പ്ലീസ്, തമാശയ്ക്ക് പോലും അങ്ങനെ പറയരുത്. സോ സീരിയസ്ലി കേൾക്ക് തനു. നിന്റെ മമ്മി ചെയ്ത അവാർഡ് വിന്നിംഗ് ആക്ടിംഗ് ഇല്ലേ, ആ ഇമോഷണൽ ഡ്രാമ കണ്ടിട്ട് ഏട്ടന്റെ മുന്നിൽ മറ്റാരുടെ ഇമോഷണൽ ഡ്രാമയും വർക്കിംഗ് ആവാൻ പോകുന്നില്ല. പ്രിയയുടെയും. ഈ കല്യാണം ആർക്കും തടയാൻ പറ്റില്ല. പക്ഷെ ആലിയ, ഞാൻ അതെ തനു, നിനക്ക് എന്താ പറഞ്ഞിട്ട് മനസ്സിലാവാത്തെ? ഒന്നും മനസ്സിലാക്ക്. ഏട്ടൻ നിന്നെ കല്യാണം കഴിക്കും. ആ പ്രിയ ഇവിടെ വന്നല്ലോ, നമ്മൾ അവളെ ഇവിടെ വിളിച്ചതിന്റെ കാരണം അവസാനമായിട്ട് ടോർച്ചർ ചെയ്യാനാണ്. ക്യാൻ യു ഇമാജിൻ? അവൾ സ്വയം ഏട്ടനെ അദ്ദേഹത്തിന്റെ കല്യാണത്തിന് വേണ്ടി ഒരുക്കുകയാണ്. അതും നീയുമായിട്ടുള്ള കല്യാണത്തിന് വേണ്ടി. പാവത്തിന്റെ അവസ്ഥ നീ ഒന്ന് ചിന്തിക്കേ. അവളെ കുറച്ചുകൂടെ ടെൻഷൻ അടുപ്പിക്കാൻ നീ പറയുന്നു. ഹാർട്ട്ലെസ് യു. മെഴുകുപോലെ പാവം അവൾ ഒരുങ്ങുന്നുണ്ടാകും. യുനോ, അതുമല്ല നിന്റെയും ഏട്ടന്റെയും കല്യാണം കണ്ട് അവൾ പെടയും. അവസാനം സമയമാവുമ്പോൾ അവൾ സ്വയം ഇല്ലാതെയാകും. സോ ജസ്റ്റ് റിലാക്സ്. നീ കല്യാണം എൻജോയ് ചെയ്യ്, ചിൽ ചെയ്യ്, പിന്നെ റെഡിയാകും. ആഫ്റ്റർ ഓൾ അവൾ ഫൈനലി ഈ വീട്ടിൽ നിന്ന് പുറത്താവും. പിന്നെ നീ എന്റെ ഏട്ടത്തെയാകും. ആ ഓക്കെ, ശരി ശരി. ഞാൻ പുറത്ത് പോയി ഗസ്റ്റ് എല്ലാവരും വന്നോ നോക്കട്ടെ. എനിക്കും ചേഞ്ച് ചെയ്യണ്ടേ. നിന്റെ കല്യാണത്തിന് ഞാൻ ഇങ്ങനെ നടക്കാനാണ്. അപ്പോൾ പോയി റെഡി ആവും. ഐ ക്വിക്ലി ഗോ ആൻഡ് ഐ ബി ദേർ. ബൈ. ഓക്കെ. പ്രിയ, പ്രിയ പ്ലീസ് വാതിലൊന്ന് തുറക്ക്. പ്രിയ, നീ എന്താ കരയാണോ? എനിക്കറിയാം ഞാൻ പറഞ്ഞ നിനക്ക് വിഷമായി കാണൂന്ന്. പക്ഷെ നീ എന്താ ഈ ബാത്റൂമിൽ കയറി ലോക്ക് ചെയ്തിരിക്കുന്നത്? പ്രിയ, ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്രിയ. എന്റെ മനസ്സിലുള്ളത് ഞാൻ തുറന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ. എന്താ അത് ഇത്ര വലിയ തെറ്റായി പോയോ? അങ്ങനെയുള്ള കാര്യങ്ങൾ പറയേണ്ടതാണോ നീയും പറയുന്നത്? നീ എന്താ വിചാരിക്കുന്നത്? എനിക്ക് വിഷമമില്ലെന്നാണോ? പ്ലീസ് എന്നെ ഒന്ന് ഒറ്റയ്ക്കിരിക്കാൻ അനുവദിക്കും. അങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞങ്ങളുടെ കല്യാണത്തിന് ഇനി കുറച്ച് സമയം ബാക്കിയുള്ളൂ. നിനക്ക് അറിയില്ലേ അത്? അതിനുശേഷം നമുക്ക് കണ്ട് സംസാരിക്കാൻ പോലും ഒന്നും കഴിയില്ല. നീ ദയവ് ചെയ്തൊന്ന് പുറത്തേക്ക് വാ പ്രിയ. ഇങ്ങനെയൊന്നും കാണിക്കില്ല എന്നോട്. പ്രിയ, വാതിൽ തുറക്ക് പ്രിയ.